നന്നായിട്ട് പാടിയായിരുന്നു. താങ്ക് യു മാം. പാടിനകത്ത് നല്ല ഡിക്ഷൻ നല്ലതായിരുന്നു. പക്ഷെ ആ ഒരു അറബിക് അവിടുത്തെ അവരുടെ സ്പെഷ്യൽ കുറേ കൊച്ചു കൊച്ചു സംഗതികളുണ്ടല്ലോ, അത് കുറെ കൂടെ ക്ലാരിറ്റി വരണമായിരുന്നു എന്ന് എനിക്ക് കുറേ സ്ഥലത്ത് ഞാൻ ഗയിയുൽ ഹ എന്നൊക്കെ വരുന്ന സ്ഥലമുണ്ടല്ലോ, അല്ല പ്രൊനൗൺസിയേഷൻ അല്ല പറഞ്ഞ പോലെ അവിടുത്തെ ആ ഒരു ആ കൊടുക്കുന്ന സംഗതികൾക്ക് വേറൊരു ഫ്ലേവർ വരണം. അവരുടെ ഒരു പിന്നെ ആ ഒരു സ്റ്റൈലും കുറച്ച് അത്രയും അങ്ങോട്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. 3-4 സ്ഥലത്ത് ചെറിയായിട്ട് സ്ക്രാച്ച് വന്നിട്ടുണ്ട്. തമലിലെ ഹബീബിയ അവിടെയൊക്കെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു. ബലോഹ വലയ്യ എന്നൊരു സ്ഥലം വരുന്നുണ്ട്, അത് ഫ്ലാറ്റ് ആയിരുന്നു പാടിയപ്പോഴൊക്കെ. പിന്നെ ഒരു ഹേ എന്നൊരു പോർഷൻ വരുന്നില്ലേ, ഹേ ഒരു ഹമ്മിങ് പോലെ ഹേ എത്രയുള്ളൂ അതിനകത്ത്. അതെന്തോ അവിടെ കുറച്ചൊരു നമ്മുടെ ഒരു ഇന്ത്യൻ ചായ വന്നു പോയതുപോലെ തോന്നി എനിക്ക് ആ സ്ഥലത്തൊക്കെ. പിന്നെ അങ്ങനെ 3-4 സ്ഥലങ്ങളാണ് ഞാൻ എഴുതി വെച്ചിരുന്നത്. ഒരു ഹത്ത എന്നൊരു സ്ഥലം പാടി, അത് നല്ല സൂപ്പറായിട്ട് വന്നു, നല്ലൊരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു ആ സ്ഥലത്ത്. ഇങ്ങനെ കുറച്ച് എനിക്ക് കുറച്ചുകൂടെ സിംഗിങ്ങിൽ കുറച്ചുകൂടെ അവിടുത്തെ ഒരു ഫ്ലേവർ വരണമായിരുന്നു എന്ന് തോന്നി. ബാക്കി പാടിയത് ഡിക്ഷനൊക്കെ കുഴപ്പമൊന്നും തോന്നിയില്ല, നല്ല. കുറച്ചുകൂടെ പെർഫെക്ഷൻ വേണമെന്ന് എനിക്ക് തോന്നി മോനെ. ചെറിയ ചെറിയ ന്യൂസ് അതിലൊന്നുമില്ല സംഗതികളിൽ ചെറിയ ഒരു പെർഫെക്ഷൻ വരാൻ തോന്നി. പിന്നെ ഉദിത് നാരായൺജി അറബി പാടിയതുപോലെ തോന്നി ചെറുതായിട്ട്. ഓക്കെ, കുഴപ്പമില്ല, നന്നായിരുന്നു. അതിൽ ചിത്താജി പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടെ നമുക്കൊരു അറബിയുടെ ഒരു ആ ടെക്സ്റ്റിൻ്റെ ആ ഒരു പെർഫെക്ഷൻ, പ്രൊണൗൺസിയേഷൻ്റെ പെർഫെക്ഷൻ നമുക്കതിൽ കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ നന്നായിരുന്നേനെ. അതെനിക്ക് തോന്നിയത്. അവരുടെ ഒരു പ്രൊണൗൺസിയേഷൻ്റെ ഒരു ആക്സെൻ്റ് ഉണ്ടല്ലോ, അത് വരണമെന്ന് തോന്നുന്നു, നമുക്ക് തോന്നുന്നു കുറച്ചുകൂടെ വേണോ എന്നിങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ തോന്നിപ്പോണുണ്ട്. അത് അതിൽ മുന്നിൽ ഉണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് പിച്ചിങ്ങിലെ ചെറിയ ഫ്ലാറ്റ് ചെറിയ സ്ഥലങ്ങളിലുള്ള അത് ആണ് ഉള്ളത്. മെയിനായിട്ട് നമുക്ക് കണ്ടൻറ്റ് ഈ അറബി സോങ് പാടുമ്പോഴുള്ള ആ ഒരു ആക്സിങ്, നമ്മൾ പറയുന്ന ഉച്ചാരണത്തിൻ്റെ ആ ഒരു പെർഫെക്ഷൻ അതിൽ വരണം എന്ന് തോന്നി, അതാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു സർ. ആബിദിൻ്റെ വോയിസ് ഒരു പ്രത്യേക വോയിസാണ്. യു ഹാവ് എ നൈസ് സ്റ്റൈൽ ഓഫ് സിംഗിങ്. അതിൻ്റെതായ ഒരു യുണീക്നെസ് ഉണ്ട്. ഓഫ് കോഴ്സ് അത് ഇറ്റ്സ് ബൈ ഡിസൈൻ. പിന്നെ നല്ല ഫീൽ, ഐ ലൈക്ക് യുവർ ഫീൽ. ഓഫ് കോഴ്സ് പിന്നെ വേറെ കുറച്ച് പ്രശ്നങ്ങൾ ഫ്ലാറ്റ് ചിലയിടത്തൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഹാർമണി പാടിയ രാകേഷും സിയ ഫസ്റ്റ് ടൈം വാസ് ഗുഡ്, സെക്കൻഡ് ടൈം കുറച്ച് ഫ്ലാറ്റായി. അപ്പം അവരെയും പിടിക്കണം, സിയനെ രാകേഷിനെ. എന്നാലും അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്തല്ലേ മോൻ, അതിനൊരു കാര്യം. നേരത്തെയും പല വട്ടം ഹാർമണീസും വോയിസസൊക്കെ ഫ്ലാറ്റ് ആയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് അത് പറഞ്ഞത്. എനിവേ, യു ഗൈസ് ഓൾസോ ഡിഡ് എ ഗുഡ് ജോബ്. ഓഫ് കോഴ്സ് അതിൻ്റെ സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ കേട്ടോ. ബട്ട് ഓഫ് കോഴ്സ് ചിലടത്ത് ആ ഫ്ലാറ്റ് വരുമ്പോഴത്തേക്കൊരു ശരിയാവായിരുന്നു എന്ന് തോന്നിപ്പോവും. പിന്നെ ഹേ പാടിയില്ല മോൻ, ചേച്ചി പറഞ്ഞ ആ ഹേ അവിടെ വന്നപ്പോഴത്തേക്ക് ഷൗട്ടിങ് ഇൻ ടു ദ മൈക്ക്, അവിടെയൊക്കെ മൈക്ക് ബാലൻസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എത്ര പ്രാവശ്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അത്രയും നല്ല ഗ്രേസ്ഫുൾ ആയിട്ട് വന്നിട്ട് അവിടെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഡസൻറ്റ് സൗണ്ട് ഗുഡ്. അപ്പോൾ അത്
you have to really take care. Next time you should do that. എപ്പോഴും മൈക്ക് ബാലൻസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളൊരു സിംഗർ മാത്രമല്ല, യു ആർ ഓൺ ദാറ്റ് പ്ലാറ്റ്ഫോം ഡൂയിങ് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു പൊസിഷനിൽ നിൽക്കുകയാണ് ഇപ്പോൾ. അറബിക് സിംഗിങ്ങിനൊരു പ്രത്യേക ഒരു ഗ്രേസ് ഉണ്ട്. അതായത് ഗ്രേസ് എന്ന് അവരുടെ സ്റ്റൈൽ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. അത് നിങ്ങളൊരു മാസം കൊണ്ട് പഠിച്ചെടുക്കുന്നത് തന്നെ വലിയ സംഭവമാണ്. ബട്ട് കഴിയുന്നതും ഞാൻ നേരത്തെ ഏതൊരു കണ്ടസ്റ്റൻ്റ് അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനിരിക്കാൻ നേരത്ത് പാട്ട് കുറേ പ്രാവശ്യം കേൾക്കുക. ഇത് എത്ര പ്രാവശ്യം കേട്ട് പാട്ട്? സർ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു അറബിക് ഫീല് വന്നിട്ടുണ്ട്, ഒരു അറബിക് സിംഗറിൻ്റെ ഒരു ഫീല് വന്നിട്ടുണ്ട്. ബട്ട് ഡിക്ഷൻ കുറച്ചുകൂടി ആകാമെന്ന് എനിക്ക് തോന്നി. ചില വേർഡ്സ് ഉണ്ട് ഇവരുടെ ഗട്ടറലാണ്, അതായത് ഇവിടെ നിന്ന് വരുന്നത് അങ്ങനത്തെ തരം ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ മോൻ ട്രൈ ചെയ്തെങ്കിലും ചിലയിടത്ത് അങ്ങനെ കൊള്ളാത്ത പോലെ എനിക്ക് തോന്നി. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ നോ അറബിക്, ബട്ട് കേൾക്കാൻ പറയല്ല. അപ്പോൾ യു ടു ബി കെയർഫുൾ ഓഫ് ദാറ്റ് കേട്ടോ. പിന്നെ ജേസൺ ചേട്ടൻ്റെ ഗിറ്റാർ ഫീൽ ഒടുക്കത്തെ ഫീലായിരുന്നു കേട്ടോ. വെരി നൈസ് കേട്ടോ, വെരി ഗുഡ്. അബേദ് യെസ്, നന്നായി പാടി കേട്ടോ. താങ്ക് യു. ഹൗ ഡു യു ഫീൽ പാടി കഴിഞ്ഞിട്ട്? കോപ്പറായിരുന്നു. ഓക്കെ, ഇത് പോപ്പുലർ ആയൊരു സോങ് ആയതുകൊണ്ട് ഇതിന്റെ അറബിക് വേർഷൻ മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നോ? ഫസ്റ്റ് ഞാൻ ഹിന്ദി വേർഷനാണ് ആദ്യം കേട്ടത്. അറബി വേർഷൻ എനിക്ക് അത്ര ഫെമിലിയർ ആയിരുന്നില്ല. പിന്നെ ഇപ്പോൾ അത് എന്നെ അറബിയിൽ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അപ്പോൾ ഇത് അറിയായിരുന്നോ? മുമ്പ് അറിയായിരുന്നു, എൻ്റെ അറബി അറിയാം, പക്ഷേ ആദ്യം ഞാൻ കേട്ടിട്ടുണ്ടായില്ല. ഇതിനു വേണ്ടിയാണ് കൂടുതൽ. ഓക്കെ ഓക്കെ, ഇറ്റ്സ് എ ലവ്ലി സോങ്. ആൻഡ് എന്താ പറയുക, മെൻഷൻ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. പക്ഷെ നമ്മുടെ ജേസൺ ചേട്ടൻ്റെ ഗിറ്റാർ ഞാനും ഒന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. ഭയങ്കര വാട്ട് ഈസ് ആ ടോൺ എന്താ പറയുക എനിക്കറിയില്ല, അതുകൊണ്ടാണ് ചോദിക്കാൻ. ഗിറ്റാർ വാട്ട് ഗിറ്റാർ ഇസ് ദാറ്റ്? ഇലക്ട്രിക്. ഓക്കെ ശരി, ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഇസ് ഡസന്റ് മാറ്റർ. ഇറ്റ്സ് ജസ്റ്റ് എ സ്ട്രാറ്റ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഫെൻഡർ സ്ട്രാറ്റോകാസ്റ്ററിന് ഒരു യുണീക് ടോൺ ഉണ്ട്. ഡയർ സ്ട്രെയ്റ്റ്സ്, മാർക്ക് നോഫ്ലർ, അവരുടെയൊക്കെ ആ ടോൺ ഇല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഗിറ്റാർ ആൻഡ് ഓഫ് കോഴ്സ് ദ പേഴ്സൺ പ്ലേയിങ് ഇറ്റ്. അല്ലാണ്ട് ഫീൽ വരും. ഗിറ്റാർ ഉണ്ടായിട്ട് കാര്യമില്ല ലേട്ടാ. ഓൾറൈറ്റ്, സോ അബിദ് മാർക്സിലേക്ക് എടുക്കാം അല്ലേ? ചേച്ചി ഔട്ട് ഓഫ് 30? ആബിദിന് 25. 25. രമേശ് സർ? 25. 25 again. ജോർജേട്ടാ? ഞാൻ 24 ആണ് ഇട്ടത്, ബട്ട് I'll give you 25 because I know there is something in you. 25. Okay, and for your overall presentation out of 10? 6. 6 out of 10. Okay, so Abidinde foreign languages round, you've scored 81 marks. Thank you. അസ്സലാമു അലൈക്കും. എൻ്റെ ഇപ്പോൾ ഫോറിൻ ലാംഗ്വേജ് റൗണ്ടാണ് കഴിഞ്ഞത്. അതിൽ ഞാൻ ഒരു അറബി സോങ്ങാണ് പാടിയത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എനിക്കൊണ്ട് വോട്ട് ചെയ്യണം. എനിക്കൊണ്ട് വോട്ട് ചെയ്യുന്ന ഫോമാറ്റ് 2CR space Abid ABID. താങ്ക് യു.